നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 1. വൈകുണ്ഠവർദ്ധിതബലോധഭവത്പ്രസാദാത് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്താസ്നൂനി ഭൂരുഹമയാനി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. അല്ലയോ വൈകുണ്ഠനായ ഭഗവാനെ, അനന്തരം അങ്ങയുടെ കൃപ നിമിത്തം ശക്തനായി തീർന്ന ബ്രഹ്മാവ് വൃക്ഷലതാദികളായ സ്ഥാവരങ്ങൾ, പക്ഷിമൃഗാദികളായ തിര്യക് വർഗങ്ങൾ, മനുഷ്യ സമൂഹങ്ങൾ, വിഭിന്ന ദേവന്മാർ തുടങ്ങിയ ജീവശരീരങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. നാരായണീയം ദശകം 10 ശ്ലോകം 2. മിഥ്യാഗ്രഹാസ്മി മതിരാകവികോപഭീതിഃ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥവിധാനദൂനഃ തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധേ. ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. തെറ്റായ ധാരണ, ഞാനെന്നും എന്റേതെന്നുമുള്ള ചിന്ത, രാഗം, കോപം, ഭയം എന്നീ 5 വിധത്തിലുള്ള അജ്ഞാന കാര്യങ്ങളെ സൃഷ്ടിച്ചു. തമോ ഗുണപ്രധാനമായ അവയുടെ സൃഷ്ടി കൊണ്ട് ദുഃഖിതനായി തീർന്ന ബ്രഹ്മാവ് അജ്ഞാനത്തെ നീക്കി പരിശുദ്ധി കൈവരാൻ വേണ്ടി ഭഗവാന്റെ പാദങ്ങളെ ഭക്തിപൂർവ്വം സ്മരിച്ചു. ശ്ലോകം 3. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതന മുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വത്പാദഭക്തിരസിക ജഗൃഹോർണവാണി. അർത്ഥമാണ്: തമോ ഗുണപ്രധാനങ്ങളായവയെ സൃഷ്ടിച്ചത് നിമിത്തം സന്തപ്ത ചിത്തനായി തീർന്ന പത്മസംഭവൻ ഭഗവത് പാദാരവിന്ദങ്ങളെ ഭക്തിപൂർവ്വം സ്മരിച്ച് പരിശുദ്ധ ചിത്തനായി തീർന്നതിന് ശേഷം മനസ്സുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. ഭഗവത് ഭക്തി രസം അറിയുന്ന അവർ ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ടവരായിട്ടും അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായില്ല. ശ്ലോകം 4. താവത് പ്രകോപമുദിതം പ്രതിരുദ്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശഃ നാമാനി മേ ഗുരുപദാനി ചഹാവിരിഞ്ചേതി ആദൗരുരോധ കില തേന സരുദ്രനാമ. അർത്ഥം ഒന്ന് നോക്കാം. സനകാദികൾ സൃഷ്ടി നടത്തണമെന്നു ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അനുസരിക്കാതിരുന്നപ്പോൾ ബ്രഹ്മാവിന് അത്യധികമായ കോപമുണ്ടായി. ആ കോപം അടക്കാനും നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് ശ്രമിച്ചപ്പോൾ തന്റെ 2 പുരികക്കൊടികളുടെയും മധ്യഭാഗത്തുള്ള നെറ്റിയിൽ നിന്ന് മൃഡൻ ജനിച്ചു. ജനിച്ച ഉടനെ എനിക്ക് പേരുകളും സ്ഥലങ്ങളും തരൂ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് മൃഡന് രുദ്രൻ എന്ന പേരുണ്ടായി. ശ്ലോകം 5. ഏകാദശാഹയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്തി ദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. അർത്ഥം ഒന്ന് നോക്കാം. രുദ്രന്റെ പുറപ്പാടും തനിക്ക് പേരുകളും സ്ഥാനങ്ങളും തരൂ എന്ന് മുറവിളിയും കേട്ട് അന്താളിച്ചു പോയ ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രേരിതനായി 11 പേരുകളും ആ പേരുകൾ അനുസരിച്ച് പ്രത്യേകം രൂപങ്ങളും അത്രയും തന്നെ സ്ത്രീകളെയും അത്രയും സ്ഥാനങ്ങളും രുദ്രൻ നൽകി.
സന്തുഷ്ടനായ രുദ്രൻ ആദരവോടുകൂടി ബ്രഹ്മാവിന്റെ അടുക്കൽ അപ്പോൾ നിന്നു. തന്നോട് ആദരവുള്ള രുദ്രനോട് പ്രജകളെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് കൽപ്പിച്ചു.